ഇത്തവണത്തെ കേരള ബഡ്ജറ്റ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒന്നാണെന്നാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടത്. തീരദേശ മേഖലയിലും അതുപോലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലും ആഴത്തിൽ പ്രവർത്തിക്കുന്ന യൂജിൻ ഫാദറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവരുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിരുന്നു. മാനിഫെസ്റ്റോയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളെ ഉൾച്ചേർത്തുകൊണ്ടാണ് മത്സ്യമേഖലയുടെ വികസനം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിച്ചത്. ആ മാനിഫെസ്റ്റോയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഒരു സബ് പ്ലാൻ നമ്മുടെ ഭരണഘടനാപരമായി ആദിവാസികൾക്കും ദളിതർക്കും നൽകുന്ന സബ് പ്ലാനിൻ്റെ മാതൃകയിൽ ഒരു സബ് പ്ലാൻ അവരെപ്പോലെ വളരെ പിന്നിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യും എന്ന് പറഞ്ഞ ആ വാഗ്ദാനം ബഡ്ജറ്റിൽ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയെ വളരെ സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ സബ് പ്ലാനിൻ്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, മത്സ്യമേഖല ഒരു സമ്പദ് വ്യവസ്ഥയാണെന്ന് കാണുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തിൻ്റെ പരിപാലനം, മത്സ്യസമ്പത്ത് ആരോഗ്യകരമായി പിടിച്ചെടുക്കുവാനുള്ള സമീപനം, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, തീര ശോഷണം, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാനായിട്ട് നിബന്ധനകൾ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു മിനിമം വേതനം നൽകുന്നത് പോലുള്ള കാര്യങ്ങൾ വളരെ സ്വീകാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വാസസ്ഥലങ്ങളുടെ പട്ടയം നൽകാൻ അത് ഒരു പൗരാവകാശം സ്ഥാപിക്കുന്ന നടപടിയാണ്. അത്തരം നല്ല നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. ഒപ്പം ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത ചില വിഷയങ്ങൾ, മുതലപ്പൊഴിയുടെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന തീര ശോഷണം, ശംഖുമുഖം പോലുള്ള കടൽ തീരത്തിൻ്റെ നഷ്ടം, വലിയതുറ പൂന്തുറ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നഷ്ടപ്പെട്ട വിഷയങ്ങൾ, പൊഴിയൂർ പരുത്തിയൂർ മേഖലയിൽ തീരശോഷണം മൂലം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ സമഗ്രമായി പരിഗണിച്ചുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ ഈ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി കൃത്യമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാർ കൈക്കൊള്ളുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒപ്പം ഒരു സമുദ്ര മത്സ്യ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ആ കാര്യമായി മുന്നോട്ട് പോകുമ്പോൾ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ബ്ലൂ എക്കോണമി. ഈ ബ്ലൂ എക്കോണമി നയത്തെക്കുറിച്ച് മത്സ്യമേഖലയിലെ വിദഗ്ധർ, മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള വിദഗ്ധർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു നയരൂപീകരണത്തിലൂടെ മാത്രമേ ഈ രംഗത്ത് ഇടപെടലുകൾ നടത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ വേണ്ട ജാഗ്രത കാണിക്കുമെന്നും അത് വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിന് ശേഷം അത് ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശമാക്കി മാറ്റും. ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കും.